ഹലോ. എന്റെ ഒരു മെയിൻ ഹോബിയാണ് എന്ത് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം, ഷെയർ ചെയ്യണം, മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കണമെങ്കിൽ ഞാൻ ഫോൺ റെക്കോർഡർ ഓൺ ചെയ്ത് സംസാരിക്കാനുള്ളതെല്ലാം റെക്കോർഡ് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ട്രാവലിംഗിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുക്കും പെന്നും എടുത്ത് എഴുതി തുടങ്ങും. ഇപ്പൊ ഞാൻ പറയുന്നതും എഴുതി വെച്ച കാര്യങ്ങളാണ്. എഴുതി വെക്കാൻ കാരണം ഇതെനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയോ? എങ്ങനെ അറിയാനാ? ഞാൻ പറഞ്ഞല്ലേ അറിയുള്ളൂ. എന്റെ ലൈഫിൽ കിട്ടിയതിൽ വെച്ച് ഒന്നാമത്തെ ഏറ്റവും വലിയ വില മതിക്കാനാവാത്ത സമ്മാനം എന്ന് പറയുന്നത് മെയ് 7-നാണ്. ഇപ്പൊ പലരുടെയും മുഖം ഒന്ന് ബ്രൈറ്റ് ആയി കാണും. ആ ഒരു ഗിഫ്റ്റ് കാരനാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിന് ഒട്ടും കട്ടിയില്ലാത്ത ഒരാളാണ്. എനിക്ക് വരുന്ന ഓരോ വേദനകളും അത്രമാത്രം എന്നെ ബാധിക്കാറുണ്ട്. ലൈഫിൽ പല ടൈമില് ലൈഫ് ഇവിടം കൊണ്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്താലോ എന്നുള്ള ചിന്തകൾ വന്നു പോവാറുണ്ട്. ആ ഒരു ടൈമിലൊക്കെ ഞാൻ ആലോചിക്കാറുള്ളത് ദൈവം തന്ന ആ ഒരു സമ്മാനത്തെ കുറിച്ചാണ്. എന്റെ ലൈഫിലുണ്ടായ എല്ലാ വേദനയിലും ബുദ്ധിമുട്ടിലും കൊച്ചിലെ തൊട്ട് ഇന്ന് വരെ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്താണ് നല്ലത്, എനിക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്ത് തരുന്ന, ഒരിക്കൽ പോലും എന്നെ ഒരു സിറ്റുവേഷനിലും എന്റെ കൈ വിടാണ്ട് എന്റെ കൂടെ നിൽക്കുന്ന, എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എനിക്ക് ദൈവം തന്നൊരു സമ്മാനമാണ് എന്റെ അനിയത്തി. ഇത്രമാത്രം ആർക്കെങ്കിലും സ്വന്തം ചേച്ചിനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയ. കാരണം ഞാൻ നാട്ടിൽ പോയാൽ ഞാൻ കൈ കഴുകി ഇരുന്നാ മതി, ഫുഡ് വരും. മിക്കപ്പോഴും എനിക്ക് വാരിയാണ് തരാറുള്ളത്. എന്റെ തുണി അലക്കി തരും. ഞാൻ നാട്ടിൽ വരുന്നതിന് മുന്നേ എനിക്ക് വേണ്ട എല്ലാം എനിക്ക് വാങ്ങി വെക്കും. ചെറുപ്പം തൊട്ടേ അങ്ങനെയാ. ഇതുവരെ അതിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനാണ് ആദ്യം ജനിച്ചതെങ്കിലും അവൾക്ക് ചെറുപ്പം തൊട്ടേ എന്റെ ചേച്ചി ആവാൻ ആഗ്രഹം. അവളുടെ പ്രവൃത്തികളിലും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് അവൾ അത്രമാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളൊന്നുമല്ല. അവളുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ മനസ്സിലാക്കണം അവൾക്ക് നമ്മളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ടെന്ന്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും അടിയാൻ കൂടാറുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ലച്ചുമോനെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.